പ്രിയ സുഹൃത്തുക്കളെ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ 165/2024 ക്വസ്റ്റ്യൻ പേപ്പർ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. നമ്മൾ കുറേ ക്വസ്റ്റ്യൻ ആയില്ലേ, കോൺസ്റ്റിറ്റ്യൂഷണൽ ഭാഗത്ത് നിന്നും കുറേ ക്വസ്റ്റ്യൻസ് ആയി നമ്മൾ പഠിക്കണം. നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഏത് ഭാഗത്തിനാണ് ഭരണഘടന നിന്നും PSC ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. അപ്പോൾ ആ ടോപ്പിക്കുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മാത്രം എന്ത് ചെയ്യുക, ആ ടോപ്പിക്ക് പരമാവധി ആഴത്തിൽ പഠിക്കുക. എന്നിട്ട് മാത്രം മതി എന്ത് ചെയ്യുക മറ്റുള്ള ടോപ്പിക് മീൻസ് ഭരണഘടനയിൽ തന്നെ വരുന്ന മറ്റു ടോപ്പിക്കുകൾ. മനസ്സിലായോ? അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ അപ്പോൾ കയ്യിൽ നിന്ന് മാർക്ക് പോകാതെ നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അങ്ങനെ തന്നെ പഠിച്ചു പോണേ. കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് വേഗം തീർത്തിട്ട് നമുക്ക് ഭരണ സംവിധാനമോ സുപ്രധാന നിയമങ്ങളിലോ ഏതെങ്കിലുമൊക്കെ നമുക്ക് എന്ത് ചെയ്യാം 2021 മുതൽ 2024 വരെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം കേട്ടോ. ക്ലാസ്സിലേക്ക് കടന്നാലോ? ഓക്കെ, എന്നും പറയുന്ന പോലെ തന്നെ ക്ലാസ്സിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ആ വലതുവശത്ത് ഒരു ബെൽ ബട്ടൺ അല്ലേ, അതൊന്ന് എനേബിൾ ചെയ്തിടണം കേട്ടോ. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ലൈക്ക് ചെയ്ത് പരമാവധി കൂട്ടുകാർക്ക് ഷെയർ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതേപോലെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ നിന്നും പിന്നീട് നീക്കം ചെയ്യപ്പെട്ട അവകാശം അല്ലേ. ഒരു 100 PSC എക്സാം നടക്കുകയാണെങ്കിൽ അതിൽ 97 PSC എക്സാമിലും ഏതുണ്ടാകും, ഈ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ട അവകാശം ഏതാണ്? സ്വത്ത് സമ്പാദനത്തിനുള്ള അവകാശമാണ്. സഞ്ചരിക്കാനുള്ള അവകാശം ഏതിലാണ് പറയുന്നത്? ആർട്ടിക്കിൾ 19 പറയുന്നത് അല്ലെ. ഇന്ത്യൻ മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ്. അതിൽ 19 സഞ്ചരിക്കാനുള്ള അവകാശം പറയുന്നത്. ഭാഷാ ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശം 29-30 പറയുന്നുണ്ട്. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം 21A പറയുന്നുണ്ട്. ഇതാണ് ആർട്ടിക്കിൾ വരുന്നത്. സ്വത്ത് സമ്പാദനത്തിനുള്ള അവകാശം അല്ലെ. അതായത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് എത്ര മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്നു? 7 മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പൊ എത്ര മൗലിക അവകാശങ്ങളാണ്? 6 മൗലിക അവകാശങ്ങളാണ്. ആ ഒന്ന് എവിടെ പോയി? ഇതാണ് സ്വത്ത് സമ്പാദനത്തിനുള്ള അവകാശത്തെ മൗലിക അവകാശമായിരുന്നു ഇന്ത്യൻ ഭരണഘടനയിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത്. പക്ഷേ അതിനെ എന്ത് ചെയ്തു? 1978 44-ാം ഭേദഗതിയിലൂടെ എന്ത് ചെയ്തു? 44-ാം ഭേദഗതിയിലൂടെ എന്ത് ചെയ്തു? എടുത്തു മാറ്റി. അതിനെ മൗലിക അവകാശങ്ങളിൽ നിന്നും ഒരു നിയമ അവകാശമാക്കിയിട്ട് മാറ്റി. ഇപ്പൊ സ്വത്ത് സമ്പാദനത്തിനുള്ള അവകാശം എന്താണ്? ഒരു നിയമ അവകാശമാണ് കേട്ടോ. ഒരു നിയമ അവകാശമാണ്. എങ്ങനെയാണ് ഭേദഗതി? 1978 44-ാം ഭേദഗതിയിലൂടെയാണ്. എന്നിട്ട് ഈ ഭേദഗതി നിലവിൽ വന്നത് എപ്പോഴാണ്? 1979 ഈ ഭേദഗതി നിലവിൽ വന്നത്. ഇപ്പോ ഈ സ്വത്തവകാശത്തെ 44-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് എവിടെയാണ്? 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇപ്പൊ സ്വത്തവകാശത്തിനുള്ള അവകാശം 12-ാം ഭാഗത്തിലാണ് കേട്ടോ. എവിടെയാണ് ഇപ്പൊ കിടക്കുന്നത്? 12-ാം ഭാഗത്തിലാണ്. പിന്നെ ഈ ഭേദഗതി പ്രകാരം ഭരണഘടന കൂട്ടിച്ചേർത്ത വകുപ്പ്, ഇപ്പോ ഒരു വകുപ്പ് കൂട്ടിച്ചേർത്തിട്ടുണ്ട് 300A. ഏതാണ്? 300Aയിലും കേട്ടോ. 12-ാം ഭാഗത്തിലും 300Aയിലുമാണ് ഇപ്പോൾ സ്വത്തവകാശം കിടക്കുന്നത് കേട്ടോ. ഇതിനു മുമ്പ് ഈ സ്വത്തവകാശം ഏത് ആർട്ടിക്കിളായിരുന്നു? 31-ലായിരുന്നു കേട്ടോ. 12 മുതൽ 35 വരെയല്ലേ മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ. അതിൽ 31-ലായിരുന്നു സ്വത്തവകാശം മൗലിക അവകാശമായിട്ട് കിടന്നത്. അപ്പൊ അതുകൊണ്ട് ഈ 31 അവിടുന്ന് എടുത്തു കളഞ്ഞിട്ട് 1978 44-ാമത്തെ ഭേദഗതിയോട് കൂടിയിട്ട് അത് 300A കൊണ്ട് അവിടെ കൊണ്ടിട്ടു കേട്ടോ. സ്വത്തവകാശത്തിന് ഒരു നിയമ അവകാശമാക്കിക്കൊണ്ട് 300A കൊണ്ടിട്ടു. പിന്നെ നിങ്ങൾ മനസ്സിലാക്കണം, 31 മാത്രമേ എടുത്തു കളഞ്ഞിട്ടുള്ളൂ. പക്ഷെ 31Aയും 31Bയും 31Cയും ഒക്കെ ഇപ്പോഴും നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ആ മൗലിക അവകാശങ്ങളിൽ തന്നെ നിലവിൽ കിടക്കുന്നുണ്ട് കേട്ടോ. 31 മാത്രമേ എടുത്തു കളഞ്ഞിട്ടുള്ളൂ. 31Aയും 31Bയും 31Cയും ഒക്കെ അവിടെ തന്നെ കിടക്കുന്നുണ്ട്. അത് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. മനസ്സിലായല്ലോ? 1978 44-ാം ഭേദഗതിയിലൂടെയാണ്
7 മൗലിക അവകാശം ഉണ്ടായിരുന്ന നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയില് 6 മൗലിക അവകാശമാക്കി മാറ്റിയത്. അതിൽ എടുത്തു മാറ്റിയത് സ്വത്തവകാശത്തെയാണ്. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളിൽ നിന്ന് ഒരു നിയമാവകാശത്തിലേക്ക് മാറ്റി. ആർട്ടിക്കിൾ 31 എടുത്തു മാറ്റി. എന്നിട്ട് 307 കൊണ്ടുപോയിട്ട് ഏതിനെ കൊണ്ടുവിട്ടു? സ്വത്തവകാശത്തിനെ കൊണ്ടിട്ടു. ഭാഗം 12ാം ഭാഗത്തിലാണ്. ഓക്കെ, ഈ മൗലികാവകാശങ്ങൾ ഉണ്ടല്ലോ, ഏത് ഭാഗത്തിലാണ് വരുന്നത്? മൗലിക അവകാശം എന്ന് വരുന്ന ഭാഗം ഏതാണ്? 3ാം ഭാഗമാണ് അല്ലെ? ഏതാണ്? 3ാം ഭാഗത്തിലാണ് മൗലിക അവകാശത്തെ കുറിച്ച് പറയുന്നത്. അതിന്റെ ആ ഒറിജിനൽ പതിപ്പില് ഇപ്പോ മൗലിക അവകാശം അല്ലെ, മൗലിക അവകാശം അതിന്റെ ആ ഫ്രണ്ട് പേജിലെ ചിത്രം എന്താണെന്നറിയോ? ഭരണഘടനയുടെ ഒറിജിനൽ പതിപ്പില് ആ ഭാഗം 3ൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചിത്രം ശ്രീരാമനും സീതയുമാണ് കേട്ടോ. ശ്രീരാമനും സീതയും. ഓക്കെ, ഭരണഘടന നിർമ്മാണ സഭയുടെ ഓരോന്നിലും ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന രൂപീകരിക്കുന്ന സമയത്ത് ഓരോരോ കവർ പേജിലും ഓരോരോ ചിത്രങ്ങളായിട്ടാണ് ആലേഖനം ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ ഇത്രയും കാര്യങ്ങളൊക്കെ ആയില്ലേ? ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ, മൗലികാവകാശം വിട്ട് കളി ഒരു PSC എക്സാമിലും ഇല്ല കേട്ടോ. അത് പഠിക്കണം. അപ്പൊ മൗലികാവകാശം അങ്ങേയറ്റം തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 24 ആർട്ടിക്കിൾ 24 ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ. ഇനി ഈ ആർട്ടിക്കിൾ 32 എന്താണ്? ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം. ഭരണഘടനാപരമായ പ്രതിവിധിക്ക് ഉള്ള അവകാശം. അതായത് ഒരു ഭരണഘടന നമ്മുടെ എഴുതി ചേർത്ത സമയത്ത് പല കാര്യങ്ങൾ അതിൽ എഴുതിപ്പിച്ചിട്ടുണ്ട് അല്ലെ? പക്ഷെ പിന്നീട് അതിൽ എന്തെങ്കിലും ഒരു മാറ്റം വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഭേദഗതി ചെയ്യണം അല്ലെ? അപ്പോൾ ഈ അതാണ് എന്ത് പറയുന്നത്? ഈ പ്രതിവിധി എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഡോക്ടർ BR അംബേദ്കർ ഈ ആർട്ടിക്കിൾ 32നെയാണ് എന്ത് പറഞ്ഞത്? മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്ന അനുച്ഛേദം അംബേദ്കർ വിശേഷിപ്പിച്ചത് ആർട്ടിക്കിൾ 32നെയാണ് കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, അങ്ങനെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എന്താണ്? മൗലിക അവകാശങ്ങളിൽ മൗലികമായത് ഏതാണ്? ആർട്ടിക്കിൾ 32 ഇതിങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇനി ആർട്ടിക്കിൾ 28 എന്താ പറയുന്നത്? ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് അല്ലെ? മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് 25 മുതൽ 28 വരെ. ഇനി ആർട്ടിക്കിൾ 21 എന്താണ് പറയുന്നത്? ആർട്ടിക്കിൾ 21 എന്താണ്? ആർട്ടിക്കിൾ 21 ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം. ആർട്ടിക്കിൾ 21 ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം. ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം അല്ലെ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. 20ഉം 21 ദേശീയ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ 20ഉം 21 ദേശീയ അടിയന്തരാവസ്ഥ കാലഘട്ടങ്ങളിൽ പോലും റദ്ദ് ചെയ്യില്ല അല്ലേ? 20ഉം 21 അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 21 പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ക്വസ്റ്റ്യൻ വന്നത് ആർട്ടിക്കിൾ 24 അല്ലെ? ഇവിടെ ആർട്ടിക്കിൾ 24 ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ പറഞ്ഞത്. ഈ ബാലവേല എന്ന് പറയുന്നത് എത്ര വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിക്കരുത് എന്നാണ് ചോദ്യം വന്നിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 18 ആണോ 14 ആണോ? പറയേ, എത്രയാണ്? 18 വയസ്സാണോ? നമുക്ക് എക്സാം ഹാളിൽ എന്തായാലും നമുക്ക് അല്ലെ പോക്സോ ആക്ട് ആണ് 18 പറയുന്നത് കേട്ടോ. 18 ഏജിന് താഴെ എല്ലാ ആണും പെണ്ണും ഒക്കെ പോക്സോയില് എന്താണ് കുട്ടികളാണ്. പക്ഷേ ഈ ബാലവേലയിൽ വരുന്നത് 14 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് കേട്ടോ. 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾ കൊണ്ട് തൊഴിൽ ചെയ്യിപ്പിക്കുന്നത് ഭരണഘടന എന്ത് ചെയ്തിട്ടുണ്ട്? വിലക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ ബാലവേലയില് ഏജ് ചോദിച്ചിട്ടുണ്ട് എത്ര വയസ്സിന് താഴെയാണ് കേട്ടോ. ഇനി ഈ ബാലവേല അതായത് ഇപ്പൊ ഈ ബാലവേല പറയുമ്പോൾ എന്താണ്? ഈ വ്യവസായശാലകള് അതുപോലെ തന്നെ ഈ അപകടകരമായിട്ടുള്ള ഓരോ മേഖലകൾ ഉണ്ടാവും അല്ലെ? അവിടെയൊന്നും കുട്ടികളെ ജോലിക്ക് നിയോഗിക്കാൻ പാടില്ല. പിന്നെ പറയുന്നത് ഈ വ്യവസായശാലകളിലൊന്നും 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിക്കരുത്, അവിടെ നിയമിക്കുകയും ചെയ്യരുത്. ഓക്കെ, ഇനി ഈ ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്ര ഏതാണ്? മുദ്ര?
റക്മാർക്ക് അല്ലെ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ബാലവേല അതായത് അവിടെ ഉപയോഗിക്കുന്ന ആ സാധനങ്ങളെല്ലാം ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത് കുട്ടികളെ കൊണ്ടല്ല, മുതിർന്നവരെ കൊണ്ടാണ്. അപ്പൊ അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾക്ക് എന്ത് നൽകും? ഒരു മുദ്ര നൽകും. അതിനെയാണ് റക്മാർക്ക്. എന്താണ് ക്വസ്റ്റ്യൻ? ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്രയാണ് റക്മാർക്ക്. റക്മാർക്ക് ഇപ്പൊ അറിയപ്പെടുന്ന പേരെന്താണ്? ഇത് ആദ്യമാണ് അറിയപ്പെട്ടത്. ഇപ്പൊ റക്മാർക്ക് അറിയപ്പെടുന്നത് ഗുഡ് വീവ് ആണ് കേട്ടോ. ഗുഡ് വീവ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ റക്മാർക്ക്, അതായത് ഈ ബാലവേല നിരോധിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്കൊക്കെ ഇങ്ങനെ ഒരു മാർക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മുദ്ര കൊടുക്കണം. ഇങ്ങനെ ആദ്യം ഈ റക്മാർക്ക് എന്ന മുദ്ര ആദ്യം കൊണ്ടുവന്നത്, ഇപ്പോഴാണ് ഗുഡ് വീവ് എന്ന പേര്. ഈ റക്മാർക്ക് എന്ന ആശയത്തിന് പിന്നിൽ പ്രവർത്തിച്ച നമ്മുടെ ഇന്ത്യൻ നോബൽ സമ്മാന ജേതാവാണ് കൈലാഷ് സത്യാർത്ഥി കേട്ടോ. കൈലാഷ് സത്യാർത്ഥി പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കൈലാഷ് സത്യാർത്ഥി. ഓക്കെ, റക്മാർക്ക് ആശയത്തിന് പിന്നിൽ ആരാണ്? കൈലാഷ് സത്യാർത്ഥി. അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചത് എപ്പോഴാണ്? നോബൽ സമ്മാനം, കൈലാഷ് സത്യാർത്ഥിക്ക് നോബൽ സമ്മാനം ലഭിച്ചത് 2014 കേട്ടോ. കൈലാഷ് സത്യാർത്ഥിയോടൊപ്പം 2014 നോബൽ സമ്മാനം പങ്കിട്ടത് ആരാണ്? മലാല യൂസഫ്സായി ആണ്. മലാല യൂസഫ്സായി കേട്ടോ. ഇനി ഈ ബാലവേല തടയാനും അതുപോലെ നമ്മുടെ കുട്ടികളുടെയൊക്കെ സംരക്ഷണത്തിനൊക്കെ ആയിട്ട് കൈലാഷ് സത്യാർത്ഥി ആരംഭിച്ച ഒരു സംഘടനയുണ്ട്. എന്താണ്? കൈലാഷ് സത്യാർത്ഥി ബാലവേലക്കെതിരെയും കുട്ടികളുടെ സംരക്ഷണത്തിനും ഒക്കെ ആയിട്ട് ഒരു ആരംഭിച്ച സംഘടനയാണ് ബച്ചുപ്പൻ ബച്ചാവോ ആന്തോളൻ. ബച്ചുപ്പൻ ബച്ചാവോ ആന്തോളൻ. ഇത് എപ്പോഴാണ് അദ്ദേഹം ഈ സംഘടന സ്റ്റാർട്ട് ചെയ്തത്? 1980 കേട്ടോ. 1980 കൈലാഷ് സത്യാർത്ഥി ബച്ചുപ്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടന കുട്ടികളുടെ സംരക്ഷണത്തിനും ബാലവേല തടയാനും വേണ്ടിയിട്ട് ഈ സംഘടന കൊണ്ടുവന്നത് കേട്ടോ. അതുപോലെ ഈ ഗ്ലോബൽ മാർച്ച് എഗെയിൻസ്റ്റ് ചൈൽഡ് ലേബർ എന്ന അന്താരാഷ്ട്ര സംഘടനയ്ക്ക് നേതൃത്വം നൽകിയ ഇന്ത്യക്കാരനും കൈലാഷ് സത്യാർത്ഥിയാണ്. എന്താണ്? ഗ്ലോബൽ മാർച്ച് എഗെയിൻസ്റ്റ് ചൈൽഡ് ലേബർ. ഗ്ലോബൽ മാർച്ച് എഗെയിൻസ്റ്റ് ചൈൽഡ് ലേബർ എന്ന അന്താരാഷ്ട്ര സംഘടനയ്ക്ക് നേതൃത്വം നൽകിയത് കൈലാഷ് സത്യാർത്ഥിയാണ്. ലോക ബാലവേല വിരുദ്ധ ദിനം എന്നാണ്. ലോക ബാലവേല വിരുദ്ധ, ലോകമാണ്, ലോക ബാലവേല വിരുദ്ധ ദിനം എപ്പോഴാണ്? ജൂൺ മാസം 12 ജൂൺ മാസം 12 കേട്ടോ. ഇനി ഈ ബാലവേല തടയാൻ വേണ്ടിയിട്ടുണ്ടല്ലോ, ഈ ചൈൽഡ് ലേബർ ട്രാക്കിംഗ് സിസ്റ്റം ആരംഭിച്ച സംസ്ഥാനം അറിയോ? ഈ ബാലവേല തടയാൻ വേണ്ടിയിട്ട് ചൈൽഡ് ലേബർ ട്രാക്കിംഗ് സിസ്റ്റം ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? അത് ബീഹാർ ആണ് കേട്ടോ. ബീഹാറാണ്. അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ബാലവേലയുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളതാണ്. നമ്മൾ ഇവിടെ ഭരണഘടന ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ പറഞ്ഞപ്പോൾ ആർട്ടിക്കിൾ 24 എന്ന് പറഞ്ഞു. ഇവിടെ ബാലവേലയുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ നമ്മൾ പഠിക്കേണ്ടത്? എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? നമുക്ക് 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊണ്ട് വ്യവസായശാലകളിലോ അപകടകരമായ മേഖലകളിലോ ഒന്നും പണിയെടുപ്പിക്കരുത്, അവരെ നിയോഗിക്കരുത്, അത് കുറ്റമാണ്. ഓക്കെ. ഇനി ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്രയാണ് റക്മാർക്ക്. ആ റക്മാർക്ക് ഇപ്പൊ അറിയപ്പെടുന്ന പേര് ഗുഡ് വീവ് എന്നാണ്. റക്മാർക്കിന് ആശയത്തിന് പിന്നിലുള്ള വ്യക്തി കൈലാഷ് സത്യാർത്ഥിയാണ്. അദ്ദേഹത്തിന് 2014 നോബൽ സമ്മാനം ലഭിച്ചത്. അദ്ദേഹത്തിന്റെ കൂടെ നോബൽ സമ്മാനം പങ്കിട്ടത് മലാല യൂസഫ്സായി ആണ്. ബാലവേല തടയാനും കുട്ടികളുടെ സംരക്ഷണത്തിനുമായിട്ട് കൈലാഷ് സത്യാർത്ഥി ആരംഭിച്ച സംഘടനയാണ് ബച്ചുപ്പൻ ബച്ചാവോ ആന്തോളൻ. 1980 ഗ്ലോബൽ മാർച്ച് എഗെയിൻസ്റ്റ് ചൈൽഡ് ലേബർ എന്ന അന്താരാഷ്ട്ര സംഘടന സ്ഥാപിച്ചതും നേതൃത്വം നൽകിയതും കൈലാഷ് സത്യാർത്ഥിയാണ്. ലോക ബാലവേല വിരുദ്ധ ദിനം ജൂൺ മാസം 12 ചൈൽഡ് ലേബർ ട്രാക്കിംഗ് സിസ്റ്റം ആരംഭിച്ചത്, ബാലവേല തടയാൻ വേണ്ടിയിട്ട് ചൈൽഡ് ലേബർ ട്രാക്കിംഗ് സിസ്റ്റം ആരംഭിച്ചത് ബീഹാറാണ്. പിന്നെ നമ്മൾ ആർട്ടിക്കിൾ 32
32 പറഞ്ഞു. ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 32 എന്ന് പറയുന്നത്. സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതും ആർട്ടിക്കിൾ 32 പ്രകാരമാണ്. 5 റിട്ടുകൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്നുണ്ട്. അതിൽ സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ 32 പ്രകാരമാണ് കേട്ടോ. ആർട്ടിക്കിൾ 32 പ്രകാരമാണ്. ഇനി മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്ന് ആർട്ടിക്കിൾ 32 വിശേഷിപ്പിച്ചത് BR അംബേദ്കർ ആണ്. ഇനി ആർട്ടിക്കിൾ 28 എന്താ പറഞ്ഞത്? മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ പറയുന്നത്. ആർട്ടിക്കിൾ 21 ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ്. ദേശീയ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ പോലും റദ്ദു ചെയ്യാൻ കഴിയാത്ത ഒരു ആർട്ടിക്കിളാണ് 20ഉം 21ഉം. ഇത്രയും കാര്യങ്ങൾ ഇവിടെ മനസ്സിലാക്കി വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സമീപിക്കാവുന്ന കോടതി ഏതാണ്? ഏതാണ് സമീപിക്കാവുന്ന കോടതി? സുപ്രീം കോടതിയും ഹൈക്കോടതിയും. ഇപ്പോൾ ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ ഇന്ത്യനിലെ നമ്മുടെ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളെ കുറിച്ചിട്ട് പറയുന്നുണ്ട് അല്ലെ. മൗലിക അവകാശങ്ങൾ എത്ര മൗലിക അവകാശങ്ങളാണ്? 6 മൗലിക അവകാശങ്ങളാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഉള്ളത്. അപ്പോൾ ഈ 6 മൗലികാവകാശങ്ങൾ നമുക്ക് നിഷേധിക്കപ്പെടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നുമില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കാം, അല്ലെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കാം. ഓക്കെ, അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് മൗലിക അവകാശ ലംഘനങ്ങൾ നടക്കുന്ന സമയത്ത് സുപ്രീം കോടതിയും ഹൈക്കോടതിയും കൂടിയിട്ട് എന്ത് ചെയ്യും? ഒരു പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെ പറയുന്ന പേരാണ് ഏത്? റിട്ടുകൾ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന സമയത്ത് സുപ്രീം കോടതിയും ഹൈക്കോടതിയും പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് റിട്ടുകൾ എന്ന് പറയുന്നത്. റിട്ട് എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? റിട്ട്, ബ്രിട്ടൻ, കണ്ടോ? റിട്ട് ബ്രിട്ടൻ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. റിട്ടുകളെ കുറിക്കുന്ന പദങ്ങൾ എല്ലാം ലാറ്റിൻ പദങ്ങളാണ്. എന്താണ്? ലാറ്റിൻ പദങ്ങളാണ്. ഇനി റിട്ടുകൾ നമ്മൾ പറഞ്ഞു ബ്രിട്ടനിൽ നിന്നും കടമെടുത്തിരിക്കണമെന്ന് പറഞ്ഞു അല്ലെ. ആ ബ്രിട്ടനിലെ ഭരണഘടനയില് റിട്ടുകൾ എന്ന പേരിലല്ല അവിടെ കിടക്കുന്നത്. അത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയാണ് അതിന് റിട്ടുകൾ എന്നാക്കി മാറ്റിയത്. പക്ഷെ ബ്രിട്ടന്റെ ഭരണഘടനയില് ഈ റിട്ടുകൾ കിടക്കുന്നത് അതിന്റെ പേര് എങ്ങനെയാണെന്നറിയോ? പ്രിറോഗേറ്റീവ് റിട്ടുകൾ എന്നാണ് അവ അറിയപ്പെടുന്നത്. ഇംഗ്ലീഷ് നിയമത്തിൽ എങ്ങനെയാണ്? പ്രിറോഗേറ്റീവ് റിട്ടുകൾ എന്നാണ് ഇംഗ്ലീഷ് നിയമത്തിൽ അറിയപ്പെടുന്നത് കേട്ടോ. ഇനി റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം ആർക്കാണ്? റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം സുപ്രീം കോടതിക്കുമുണ്ട്, അതുപോലെ തന്നെ ഹൈക്കോടതിക്കുമുണ്ട്. സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ 32 പ്രകാരവും ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ 226 പ്രകാരം. ഞാൻ ഇത്രയും പറഞ്ഞ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ആണ് കേട്ടോ. ഇനി പറയാൻ പോകുന്നത് ഫുള്ളും പ്രീവിയസ് ആണ്. ഓക്കെ, സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ 32 പ്രകാരമാണ്. ഈ 32നെയാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയില് നമ്മുടെ ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത്. നേരത്തെ പറഞ്ഞു മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്നും നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ചതും ആർട്ടിക്കിൾ 32നെയാണ് കേട്ടോ. അപ്പൊ സുപ്രീം കോടതി ആർട്ടിക്കിൾ 32 പ്രകാരം റിട്ട് പുറപ്പെടുവിക്കുമ്പോൾ ഹൈക്കോടതി ആർട്ടിക്കിൾ 226 പ്രകാരമാണ് റിട്ട് പുറപ്പെടുവിക്കുന്നത്. ഇനി നമുക്ക് ഈ സുപ്രീം കോടതി എന്ന് പറയുന്നത് സുപ്രീം കോടതിക്ക് മൗലിക അവകാശങ്ങളുടെ നിർവഹണത്തിനും വേണ്ടി മാത്രമാണ് റിട്ട് പുറപ്പെടുവിക്കാൻ പറ്റുള്ളൂ. കണ്ടോ? ഇങ്ങനെയൊക്കെ സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ നമ്മൾ അവിടെ കൺഫ്യൂഷൻ അടിക്കും. പഠിച്ചോട്ടോ. സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ കഴിയുന്നത് മൗലികാവകാശങ്ങളുടെ നിർവഹണത്തിന് വേണ്ടി മാത്രമായിരിക്കും റിട്ട് പുറപ്പെടുവിക്കാൻ കഴിയുള്ളൂ. എന്നാൽ ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ മൗലികാവകാശങ്ങൾ നടപ്പിലാക്കുന്നതിന് മാത്രമല്ല, ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടി മാത്രമാണ് പറ്റുള്ളൂ അല്ലെ. നടപ്പിലാക്കുന്നതിനും പിന്നെ എന്തിനും പറ്റും?
നടപ്പിലാക്കുന്നതിന് മറ്റേതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും എന്ത് ചെയ്യാം, മറ്റേതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ കഴിയും. സോ അതുകൊണ്ട് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം കൂടുതൽ ആരില് നിക്ഷിപ്തമാണ്? ഹൈക്കോർട്ടിലാണ് നിക്ഷിപ്തം. റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം കൂടുതൽ ആർക്കാണ്? ഹൈക്കോടതിക്കാണ്. അപ്പൊ നമ്മൾ എന്തായാലും സുപ്രീം കോടതിനെ വിടില്ല അല്ലെ, കാരണം മേൽക്കോടതി അതാണ് സുപ്രീം കോടതിയാണ്, അവർക്ക് ഇരിക്കട്ടെ, ഹൈക്കോടതിക്ക് പറ്റും. അല്ല, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് റിട്ട് പുറപ്പെടുവിക്കാൻ, റിട്ടുകളുടെ കാര്യത്തില് സുപ്രീം കോടതിയുടെ അധികാര പരിധി എന്ന് പറയുന്നത് ഹൈക്കോടതിയേക്കാൾ കുറവാണ് കേട്ടോ. അപ്പൊ സുപ്രീം കോടതിക്കാണോ ഹൈക്കോടതിക്കാണോ റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം കൂടുതൽ? ഹൈക്കോടതിക്കാണ്. അത് കാരണം എന്താ പറയുന്നത്? അതിനുള്ള കാരണം എന്താണ്? ഇവിടെ നമ്മൾക്ക് റിട്ട് പുറപ്പെടുവിക്കാനും മൗലികാവകാശങ്ങളുടെ നിർവഹണത്തിന് മാത്രമാണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കാൻ സാധിക്കുകയുള്ളൂ. ഹൈക്കോടതിക്ക് മൗലികാവകാശങ്ങൾ നടപ്പിലാക്കുന്നതിന് മാത്രമല്ല മറ്റേതെങ്കിലും കാര്യത്തിനും എന്ത് ചെയ്യാം? ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാം. ഓക്കെ, ഇനി അതേപോലെ ഇനി ഈ ആർട്ടിക്കിൾ 32 പ്രകാരം ഇപ്പൊ എനിക്ക് ഒരു മൗലിക അവകാശം നിഷേധിച്ചു, ഞാൻ നേരെ പോകുന്നത് സുപ്രീം കോടതിക്കാണ്, ഹൈക്കോടതിക്ക്. പക്ഷെ സുപ്രീം കോടതി പറയുന്നുണ്ട് പരമാവധി നിങ്ങൾ ഹൈക്കോടതി തന്നെ പോകണം, കാരണം ഹൈക്കോടതി തന്നെ അതിന് തീർപ്പ് കൽപ്പിക്കും. ഓക്കെ, ഹൈക്കോടതി തന്നെ തീർപ്പിൽ നേരെ സുപ്രീം കോടതിയിലേക്ക് വരരുത്, മനസ്സിലായോ? കാരണം അത് എന്താണ് സുപ്രീം കോടതി അങ്ങനെ പറയുന്നത്? കൂടുതൽ പവർ ആർക്കാണ്? ഹൈക്കോടതിക്കാണ്. പക്ഷേ ഞാൻ ഹൈക്കോടതിയെ സമീപിക്കാതെ ഞാൻ നേരെ പോകുകയാണ്, എനിക്കൊരു മൗലിക അവകാശം എന്താണ്, എനിക്ക് ജീവിക്കാനും എനിക്ക് വ്യക്തി സ്വാതന്ത്ര്യത്തിനൊന്നും ഒരു അവകാശം, മൗലിക അവകാശം ഇവിടെ ഇല്ല, അതിനൊക്കെ ഇവിടെ ഹനിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ സുപ്രീം കോടതിയിൽ ആർട്ടിക്കിൾ 32 പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് വെച്ചോ. ഓക്കെ, അപ്പോ ഈ ഒരിക്കലും സുപ്രീം കോടതിക്ക് അത് ചെയ്യാൻ പറ്റില്ല, നിഷേധിക്കാനായിട്ട് സാധിക്കില്ല. എനിക്കത് വാങ്ങിച്ചു തരുന്നേ വേണം, പക്ഷെ നിഷേധിക്കാൻ പറ്റില്ല. ഇനിയിപ്പോ ഞാന് നേരെ ഹൈക്കോടതിയിലാണ് പോകുന്നത് വെച്ചോ, ഞാൻ നേരെ സുപ്രീം കോടതി പോകാതെ ഹൈക്കോടതി റിട്ടേൺ ആർട്ടിക്കിൾ 226 പ്രകാരം എനിക്ക് ജീവിക്കാനും വ്യക്തി സ്വാതന്ത്ര്യത്തിനൊന്നും പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് നേരെ പോയിട്ട് ഹൈക്കോടതിയിലാണ് കേസ് കൊടുക്കുന്നത് എങ്കിൽ ഹൈക്കോടതിക്ക് എന്ത് ചെയ്യാം? അതിൽ തീരുമാനം എടുക്കാതിരിക്കാം. ഓക്കെ, അപ്പൊ നിഷേധിക്കാനുള്ള അവകാശം ഇവിടെ ആർക്കുണ്ട്? അതായത് ഇവിടെ പറ്റില്ല, നിങ്ങൾ നേരെ സുപ്രീം കോടതിയിലേക്ക് പൊയ്ക്കോളൂ എന്ന് പറയാനുള്ളത് ആർക്കുണ്ട്? ഹൈക്കോടതിക്ക് ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ആർട്ടിക്കിൾ 32 പ്രകാരമുള്ള പ്രശ്ന പരിഹാരത്തിന് സുപ്രീം കോടതിയെ സമീപിച്ചാൽ അത് നിരസിക്കാൻ സുപ്രീം കോടതിക്ക് കഴിയില്ല. എന്നാൽ ആർട്ടിക്കിൾ 226 പ്രകാരമുള്ള ഒരു പ്രശ്ന പരിഹാരത്തിന് ഹൈക്കോടതിയെ സമീപിക്കുകയാണെങ്കിൽ അത് നിരസിക്കാൻ ഹൈക്കോടതിക്ക് അധികാരം ഉണ്ട്. ഓക്കെ, ഇങ്ങനെ മനസ്സിലായോ? ഞാൻ സ്പീഡ് കമ്മിയാണോ അതോ സ്പീഡ് കൂടുതലല്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ തന്നെ ഞാൻ ഈ റിപ്പീറ്റേഷൻ പറയുന്നത് അല്ലേ, ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റേഷൻ അടിക്കുന്നത്, അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇറിറ്റേഷൻ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? പറയണം കേട്ടോ നിങ്ങൾ, എന്നാലേ നമുക്കത് ജസ്റ്റ് 1-2 തവണ വായിച്ചും കൊണ്ട് മിണ്ടാണ്ട് പോകാൻ പറ്റുള്ളൂ. ചിലർക്ക് അത് ഇഷ്ടമാകില്ല എന്ന് വിചാരിക്കണം. ഒന്ന് താഴെ കൂട്ടുകാർ കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ റിട്ടുകൾ എത്ര തരം റിട്ടുകളുണ്ട്? 5 തരം റിട്ടുകളുണ്ട് അല്ലേ? എത്രയാണ്? 5 തരം റിട്ടുകളാണ് ഉള്ളത്. നമുക്ക് ഏതൊക്കെയാണ് അതൊന്ന് നോക്കാം. എത്ര തരം റിട്ടുകളാണ് നമ്മൾ പറഞ്ഞത്? 5 തരം റിട്ടുകളാണ് അല്ലേ? 5 തരം റിട്ട്, അതും ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ് ആയിട്ട്, എത്ര തരം റിട്ടുകളാണ് ഉള്ളതെന്ന്. 5 തരം റിട്ടുകളാണ്. ഒന്ന് ഏതാണ്? ഹേബിയസ് കോർപ്പസ് ആണ്. എന്താണ്? ഹേബിയസ് കോർപ്പസ്. രണ്ട് എന്താണ്? മാൻഡമസ്. എന്താണ്? മാൻഡമസ്. 3 പ്രൊഹിബിഷൻ ആണ്. എന്താണ്? പ്രൊഹിബിഷൻ. ഓക്കെ, പ്രൊഹിബിഷൻ. 4 സെർഷ്യോററി. 5 കോവാറന്റോ. 5 കോവാറന്റ്. നമുക്ക് നോക്കാം. ഒന്ന് ഹേബിയസ് കോർപ്പസ്. എന്താണ് ഈ ഹേബിയസ് കോർപ്പസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്ന് പറയുന്നത് ഹേബിയസ് കോർപ്പസ് ആണ് കേട്ടോ. ഹേബിയസ് കോർപ്പസ് അതായത് ശരീരം ഹാജരാക്കുക. പിന്നെ അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം.
നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം എന്നാണ് ഹേബിയസ് കോർപ്പസ് എന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് ഏതാണ്? ഹേബിയസ് കോർപ്പസ് ആണ്. ശരീരം ഹാജരാക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം എന്നൊക്കെ അർത്ഥം വരുന്നതാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. ഇതില് അതായത് ഇപ്പൊ നിയമവിരുദ്ധമായിട്ട്, അതായത് അദ്ദേഹം ഒരു കുറ്റമൊന്നും, ഞാൻ ഇപ്പോൾ ഒരു കുറ്റമൊന്നും ചെയ്തിട്ടില്ല, എന്നെ അന്യായമായിട്ട് തടങ്കിൽ വെക്കുകയാണെങ്കിൽ എന്താണ് അതിന് എതിരെ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. നിയമവിരുദ്ധമായോ അന്യായമായി അന്യായമായി തടവിലാക്കപ്പെട്ട വ്യക്തിയെ, ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്നിട്ട് എന്നെ എന്ത് ചെയ്യാണ്? അറസ്റ്റ് ചെയ്യാണ്. അന്യായമായിട്ട് എന്നെ എന്ത് ചെയ്യാണ്? ഞാൻ ഒരു ഉദാഹരണം വെച്ച് എന്നെ വെച്ചിട്ട് കണക്ട് ചെയ്ത് പറയണം കേട്ടോ. അന്യായമായി തടവിലാക്കപ്പെട്ട വ്യക്തിയെ സ്വതന്ത്രനാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? നമ്മുടെ കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഏതാണ്? ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ എന്തൊക്കെ പഠിക്കണം? ഹേബിയസ് കോർപ്പസ് വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നതും, ശരീരം ഹാജരാക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം എന്നൊക്കെ പറയുന്ന അർത്ഥമാണ് ഹേബിയസ് കോർപ്പസിനുള്ളത്. നിയമവിരുദ്ധമായും അന്യായമായി തടവിലാക്കപ്പെട്ട വ്യക്തികൾക്ക് എന്താണ്? സ്വതന്ത്രനാക്കാൻ വേണ്ടിയിട്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്ന റിട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇനിയിപ്പോ എന്നെ തടവിലാക്കി, ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല, അപ്പൊ എന്നെ എന്ത് ചെയ്യണം? പോലീസ് വന്നിട്ട് തടവ് ചെയ്യണം, എന്നെ കോടതിയിലിടണം. അപ്പൊ ആ തടവ് ശരിയല്ല, അത് തെറ്റൊന്നും ചെയ്തിട്ടില്ല, അവിടെ നിയമവിരുദ്ധമാണ് എന്ന് തോന്നുന്ന പക്ഷം കോടതിക്ക് എന്ത് ചെയ്യാം? എന്നെ മോചിപ്പിക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനി അഥവാ ഈ ഹേബിയസ് കോർപ്പസ് പ്രകാരം ഇനിയിപ്പോൾ ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് ഈ റിട്ട് പുറപ്പെടുവിക്കാൻ എല്ലാ സമയത്തും ഈ ഹേബിയസ് കോർപ്പസ് റിട്ട് പ്രയോഗിച്ചും കൊണ്ട് ആളിനെ സ്വാതന്ത്ര്യമാക്കാനായിട്ട് പറ്റുമോ? പറ്റില്ല അല്ലെ? ഞാൻ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കെതിരെ ഹേബിയസ് കോർപ്പസ് റിട്ട് പുറപ്പെടുവിച്ചുകൊണ്ട് എന്നെ സ്വാതന്ത്ര്യമാക്കാൻ പറ്റുമോ? പറ്റില്ല അല്ലെ? ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് ഹേബിയസ് കോർപ്പസ് പറ്റാത്തത്? അതായത് തടവ് നിയമാനുസൃതമാണെങ്കിൽ, ഞാൻ കുറ്റം ചെയ്തിട്ടുണ്ട്, എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, എന്നെ കോടതിയിൽ അവിടെ കൊണ്ടുപോയി ജയിലിൽ കൊണ്ടുപോയി ഇട്ടിട്ടുണ്ട്. ഓക്കെ, എന്നെ കോടതി വിധ എന്താണ്? എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് ജയിലിൽ കൊണ്ടിട്ടിട്ടുണ്ട്, ഞാൻ തെറ്റ് ചെയ്തുകൊണ്ടാണ് ജയിലിലിട്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഹേബിയസ് കോർപ്പസ് റിട്ട് പുറപ്പെടുവിച്ചിട്ട് എന്നെ സ്വാതന്ത്ര്യമാക്കാൻ പറ്റുമോ? പറ്റില്ല അല്ലെ? ആ സന്ദർഭത്തിൽ ഒരിക്കലും പറ്റില്ല. ഇനി നിയമനിർമ്മാണ സഭ അതുപോലെ ഈ കോടതി അലക്ഷ്യങ്ങൾക്കുള്ള നിയമ നടപടിയാണെങ്കിൽ, അതായത് കുറ്റങ്ങളെല്ലാം കോടതിയുടെ മായി ബന്ധപ്പെട്ട് ലക്ഷ്യങ്ങൾ, നമ്മൾ ശരിയായിട്ടുള്ള കാര്യങ്ങളല്ലാതെ തെറ്റായിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഹേബിയസ് കോർപ്പസ് വെച്ചിട്ടൊന്നും നമ്മളെ സ്വതന്ത്രമാക്കാനായിട്ട് പറ്റില്ല. ഇനി ഞാൻ തെറ്റ് ചെയ്തു, എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു, ജയിലിലാക്കി, കോടതി ശിക്ഷ വിധിച്ചു, 10 വർഷം നീ അവിടെ കിടന്നു ശിക്ഷ, എന്നിട്ട് ഹേബിയസ് കോർപ്പസ് വെച്ചിട്ട് എന്നെ പുറത്താക്കാൻ കഴിയുമോ? ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ പറ്റില്ല. ഞാൻ ശിക്ഷയുള്ള കോടതി വിധിയാണ്, എനിക്ക് ശിക്ഷ കോടതി തന്നതാണ്, അതുകൊണ്ട് അതും നടക്കില്ല. ഇനി തടവ് വന്നിട്ട് കോടതിയുടെ അധികാര പരിധിക്ക് പുറത്താണെങ്കിൽ, ഇപ്പോ കോടതിക്ക് അധികാര പരിധിക്ക് പുറത്താണെങ്കിലും എന്ത് പറ്റില്ല? എന്നെ ഹേബിയസ് കോർപ്പസ് വഴി പുറത്താക്കാനായിട്ട് സാധിക്കില്ല. അടുത്തത് നോക്കാം. നമുക്കത് അവിടെ കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റിയില്ല. മാൻഡമസും പ്രൊഹിബിഷനൊക്കെ നമ്മൾ അവിടെ എഴുതി, അത് പറ്റില്ല, അപ്പോഴേക്ക് ഒരു ഗസ്റ്റ് വന്നു. അപ്പൊ ഞാൻ അവിടെ ക്ലാസ് സ്റ്റോപ്പ് ചെയ്തിട്ട് അങ്ങനെ പോയതാണ് കേട്ടോ. ഓക്കെ, നമുക്കിനി മാൻഡമസ് എന്താന്ന് നമുക്ക് നോക്കാം. രണ്ടാമത്തെ മാൻഡമസ് റിട്ടുകൾ വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. തരുന്ന പോയിന്റുകൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെക്കണേ. ഈ മാൻഡമസ് എന്ന പദത്തിന് അർത്ഥം എന്താണ്? നാം കൽപ്പിക്കുന്നു. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നാം കൽപ്പിക്കുന്നു. മാൻഡമസ് നാം കൽപ്പിക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ ആജ്ഞാപിക്കുന്നു. ഇപ്പൊ ഈ സന്ദർഭത്തിൽ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഇപ്പൊ ഒരു ഗസ്റ്റ് വന്നു കേട്ടോ. ഗസ്റ്റ് വന്നു പറഞ്ഞാൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്. ഓക്കെ, കാരണം എന്റെ ഹസ്ബൻഡ് വന്നിട്ട് പഞ്ചായത്തിലാണ്. എങ്ങനെ പറയാ, മിസ് എന്താ ഇപ്പൊ ഇവിടെ വന്നിട്ട് ഇങ്ങനെ പറയണത് തോന്നുന്നു. എന്താ പറയാ, സത്യം പറഞ്ഞാൽ നമുക്ക് സങ്കടം വരികയാണ്. കാരണം ഇവര് മുൻ പഞ്ചായത്ത് ലേഡിയാണ് കേട്ടോ, പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്. രണ്ട് മക്കളുണ്ട്. കാരണം ഇപ്പൊ ഒക്കെ നല്ല രീതിയിൽ പഠിച്ച് ജോലിയായി നല്ല ലെവലില്
കാരണം ഇവരാദ്യം അന്നിപ്പോ പഞ്ചായത്ത് അവിടെ വാഹനം ഉണ്ടായിരുന്നു, അതിൽ പിന്നെ എല്ലാവർക്കും പോകാം വരാം ഒക്കെ ചെയ്യാം. പിന്നെ അവിടെ സ്വകാര്യമായ യാത്രകൾക്കൊക്കെ അവരന്ന് ഓട്ടോറിക്ഷയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഓട്ടോറിക്ഷ ഒരു കുറ്റമല്ല, ചെറുതല്ല, എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഉപകരിക്കുന്ന ഒരു വണ്ടിയാണ്. ഞാൻ ഒരിക്കലും തരം താഴ്ത്തി പറയില്ല. ഇന്നിപ്പോ അവര് ലക്ഷറി ഒരു കാറും എടുത്തിട്ട് ഇന്നിപ്പോ കല്യാണം വിളിക്കാൻ ഇവിടെ വന്നതാണ് കേട്ടോ. അവരുടെ മൂത്ത മോന്റെ കല്യാണം വിളിക്കാനായിട്ട് ഇപ്പൊ ഇങ്ങോട്ട് വന്നതാണ്. അപ്പൊ ഫ്രണ്ടിലും വണ്ടി നിർത്തി. ഞാൻ ആരുടെ പോയ ഇത്ര ഏതോ ഒരു VVIP ആണെന്ന് വിചാരിച്ചു. കാരണം അത്ര ലക്ഷറി കാറ്. നമുക്ക് കാറിന്റെ ഒരു നമ്മൾ കാണുമ്പോ അറിയാലോ. കൊണ്ട് അവര് അപ്പൊ അവര് പുതിയതായിട്ട് ഇപ്പൊ വണ്ടി എടുത്തിരിക്കുകയാണ്. എന്താ പറയാ, ആകെ ഒരു കോളിളക്കം എന്ന് പറയില്ലേ, വല്ലാത്ത ഞാൻ അവര് കുറച്ചായി കണ്ടിട്ട്. ഓക്കെ, എന്താ പറയാ അല്ലെ, എന്നാടോ നമ്മളൊക്കെ ഒന്ന് രക്ഷപ്പെടുക. ഞാനൊരു വ്യക്തിപരമായിട്ടൊരു കാര്യം പറയട്ടെ. ഇപ്പൊ ഹസ്ബൻഡ് പഞ്ചായത്തിലാണ്, പക്ഷെ എത്രയായാലും നമുക്ക് സ്വന്തമായിട്ടൊരു 10 രൂപ ഉണ്ടോ എങ്കിലും നമുക്ക് സമൂഹത്തിൽ വിലയുള്ളൂ. വിദ്യാഭ്യാസം ഉണ്ടോ വിലയുണ്ട്, ജോലി ഉണ്ടോ വിലയുണ്ട്, പണമുണ്ടോ വിലയുണ്ട്. എങ്കിൽ വേറെ ഒന്നും ഉണ്ടായിട്ട് നമ്മൾ കുറെ നല്ല നമുക്ക് ജോലിയില്ല, നമ്മൾ അടിച്ചു പൊളിച്ച് നല്ല സ്റ്റൈലായിട്ട് ലുക്കായിട്ട് പോയതുകൊണ്ടൊന്നും നമുക്ക് അവിടെ ഒരു വിലയില്ല. കാരണം ഞാൻ പറയല്ലോ, എനിക്ക് ഇഷ്ടംപോലെ സന്ദർഭങ്ങളില്, കാരണം ഞാൻ മുൻപ് അക്ഷയ സെന്റർ നടത്തിയിട്ടുള്ള വ്യക്തിയാണ്, സ്വന്തമായിട്ട് നടത്തി. പിന്നെ എനിക്ക് ഡെലിവറി ഒക്കെ വന്ന സമയത്ത് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വേറൊരാൾക്ക് കൊടുത്തു. പിന്നെ നമ്മൾ PSC ഫീൽഡിലേക്ക് ഇറങ്ങി. പക്ഷേ നമുക്ക് എന്നാലും നമുക്ക് അത്യാവശ്യം നല്ല വിദ്യാഭ്യാസം ഉണ്ട്. ഇപ്പൊ ഹസ്ബൻഡ് പഞ്ചായത്തിലാണ്, അല്ലെങ്കിൽ അത്യാവശ്യം നമുക്ക് ചുറ്റുപാടുണ്ട്. ഒരുപാടൊന്നും ഇല്ലാട്ടോ, നമുക്കൊക്കെ സാധാരണ നമ്മൾക്കൊരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. പക്ഷെ നമുക്ക് അതൊക്കെ വിടാം. പക്ഷെ ഒരു 4 ലക്ഷം വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ട് ഇന്ന് പൊതുസമൂഹത്തിൽ ഇറങ്ങിയാൽ നമുക്ക് അവിടെ ഒരു സ്ഥാനമുണ്ട്. ഏത് VIPകളുടെ വീട്ടിൽ പോയാലും നമ്മളോട് മര്യാദ ഇരിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു മര്യാദ ഉണ്ട്, അല്ലെങ്കിൽ ഏതൊരു ഫംഗ്ഷനിലേക്ക് നമ്മളെ വിളിക്കുന്നുണ്ട്. അപ്പൊ നോക്കൂ, ഇന്നിപ്പോ നമുക്കിനി നാളെ നമ്മളൊരു ഗവൺമെന്റ് സർവീസിലേക്ക് കയറി കഴിഞ്ഞാൽ അതിന്റെ ഒരു പടി ഒന്നുകൂടിയിട്ട് എന്ത് ചെയ്യാണ്, ഒന്നുകൂടി കയറാണ് അല്ലേ? ശരിയാണ്. അപ്പൊ ഇന്ന് ഞാനത് കണ്ടപ്പോ പെട്ടെന്ന് അവരിങ്ങോട്ട് ഇറങ്ങിയപ്പോ ഞാനവിടെ റോഡില് നിശ്ചലമായിട്ട് അങ്ങോട്ട് നിൽക്കണം. ഒരു 5 മിനിറ്റ് നിങ്ങൾ ലാഗ് ചെയ്യിപ്പിച്ചു. കാരണം ഇതെങ്കിലും നിങ്ങൾക്കൊരു സ്പിരിറ്റ് ആകട്ടെ എന്ന് പറഞ്ഞിട്ട് പറയണേ. എന്റെ ചരിത്രം ഞാൻ പറയല്ല കേട്ടോ, നിങ്ങൾക്കിതൊരു സ്പിരിറ്റ് ആകാൻ, പഠിക്കാനുള്ള ഒരു സ്പിരിറ്റ് ആകാൻ വേണ്ടി പറയാണ്. അവരുടെ ഒരു മാറ്റിമറിച്ച ഒരു ജീവിതം, കാരണം അവരുടെ വേഷത്തിലും വിധാനത്തിലും എല്ലാം മാറി. പക്ഷെ ഞാൻ എന്നൊരു വ്യക്തി, ഞാൻ എൻ്റെ ഒരു കാര്യം പേഴ്സണലായിട്ട് ഞാൻ പറയാം കേട്ടോ. ഇപ്പൊ എന്റെ ഹസ്ബൻഡ് പഞ്ചായത്തിലാണെന്ന്, അല്ലെങ്കിൽ നമ്മളിപ്പോ PSC ഫീൽഡിൽ ഒരു യൂട്യൂബ്, ഞാൻ അങ്ങനെയല്ല കേട്ടോ. ഞാന് ഒരു സാധാരണക്കാരനും ആരെ കണ്ടാലും ശരി, ഞാൻ അവരോട് ആദ്യം പോയിട്ട് എന്റെ ഒരു കൈ അവരുടെ പുറത്തൊന്ന് തലോടും. അതൊരു പ്രായമായവരായാലും ശരി, ഏത് ജാതിയിൽപ്പെട്ടവനാണെങ്കിലും ശരി, ഏത് വിദ്യാഭ്യാസം ഇല്ലാത്തവനാണെങ്കിലും ശരി. ഓക്കെ, ഞാൻ എന്താണെങ്കിലും ശരി ആദ്യം പോയിട്ട് കാരണം നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇവർ ചിലപ്പോൾ അവിടെ തള്ളി മറിക്കലായിരിക്കും, ഇത് അങ്ങനെ അല്ല. ഞാൻ ദൈവത്തിനെ തൊട്ട് ഞാൻ സത്യം ചെയ്യാണ്. കാരണം ഏതൊരു സാധാരണക്കാരൻ പോകുന്നുണ്ടെങ്കിലും എന്താണ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ അമ്മ എന്ന് പറഞ്ഞിട്ട് ഒരു വിളി വിളിക്കും. ഒരു വിളി വിളിച്ചിട്ട് ഒരു കൈ കൊണ്ട് ഒരു പുറത്ത് തരണം. അപ്പൊ അവര് മകനേ എന്ന് പറഞ്ഞിട്ട് ഒരു വിളിയുണ്ട്. അതിനു മീത് നമുക്ക് കിട്ടുമോ? ഒരു VVIPയുടെ പോയിട്ട് ആ ചേച്ചി അല്ലെങ്കിൽ ഏട്ടാ അല്ലെങ്കിൽ ആന്റി എന്ന് വിളിച്ചത് കൊണ്ട് അവരവരുടെ ചിരിച്ച് കിട്ടുന്ന ഒരു അനുഗ്രഹം അത് വേറെ. നമ്മളൊരു സാധാരണക്കാരായ ഒരു അമ്മയോ അച്ഛനോ അല്ലെങ്കിൽ ഒരു കുട്ടിയോ കണ്ടിട്ട് പോയിട്ട് ഒരു അമ്മ എന്ന് പറഞ്ഞിട്ട് ഒരു പുറത്ത് തരുമ്പോൾ അവരൊരു മകനെ അല്ലെങ്കിൽ ഒരു മോളെ എന്നൊരു വിളിയുണ്ടില്ല. ഞാൻ ഏറ്റവും കൂടുതൽ സംതൃപ്തി നേടുന്നത് ഈ സാധാരണക്കാരിലൂടെ പോകുമ്പോഴാണ്. ഞാൻ അതിലും കൂടുതലും ഞാൻ എപ്പോഴും അങ്ങനെയാണ്. ഇനിയിപ്പോ ഏതൊരു VVIPന്റെ കല്യാണത്തിന് പോയാലും ഒരു സാധാരണ കാണുമ്പോൾ ഞാൻ വേഗം അവരുടെ അടുത്തേക്ക് പോകും. അത് അങ്ങനെയാണ്. അപ്പൊ അവരത് എടുത്ത് പറയുകയും ചെയ്യും, അവൾ എവിടെ നിന്ന് നോക്കും, അവൾ എവിടെ എത്തി. എനിക്ക് സന്തോഷം അങ്ങനെയാണ്. കാരണം എന്താണെന്നറിയോ, നമ്മൾ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ചെറുപ്പത്തിൽ നമ്മൾ എന്ത് ചെയ്തത്. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും നമ്മൾ അത്രയും ഞങ്ങള് വിഷമിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. നമ്മൾ അത് മറന്നുകൊണ്ട് ഒരിക്കലും നമ്മൾ എന്താണ്, ഇപ്പൊ ഒരു സാഹചര്യം നമുക്ക് കുറച്ചൊരു ജീവിക്കാനുള്ള സാഹചര്യം ആയി എന്ന് പറഞ്ഞിട്ട് നമുക്കത് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. എന്നും നമ്മളെ അതൊന്ന് പഴയകാലം ഇന്നും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്കത് എന്നും അതൊരു ഓർമ്മയാണ്. ഞാൻ എന്താ പറയാ, ഒരു ഭക്ഷണത്തിന്റെ ഒരു അംശം പോലും ഞാൻ വേസ്റ്റ് ആക്കില്ല. ഒരു ചോറ് എടുത്ത് കളയുക, അല്ലെങ്കിൽ ചോറിങ്ങനെ എന്നെ എടുത്ത് എറിയുക, അല്ലെങ്കിൽ അവിടെയും ഇവിടെയും കൊണ്ട് പാത്രങ്ങൾ വേസ്റ്റ്, ഒരൊറ്റ സാധനം ഞാൻ വേസ്റ്റ് ആക്കില്ല. ഒരു പച്ചക്കറി വാങ്ങിച്ചിട്ട് വന്നാലും ഒരു പരമാവധി ഞാൻ വേസ്റ്റ് ആക്കാതെ തന്നെ ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് വെക്കുക. എന്താണെന്ന് പറയുക, ഇതൊക്കെ നമ്മുടെ ജീവിത പാഠങ്ങൾ നമ്മൾ അനുഭവിച്ചു വന്നതാണ് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്നൊരു
ഞാൻ ഇവിടുന്ന് നിങ്ങളുടെ ക്ലാസ് സ്റ്റോപ്പ് ചെയ്തു, അവരെ ഇൻവൈറ്റ് ചെയ്തു, വേഗം ഒരു ചായ വെച്ച് കൊടുത്തു. ചായ കുടിക്കുമെന്ന് തന്നെ എനിക്ക് സംശയമായി. കാരണം പക്ഷെ അവരെന്തോ നമ്മളോട് ആ റെസ്പെക്ട് അവർ തിരിച്ചും കൂടി ചെയ്തു. പക്ഷെ എന്തോ എന്താ പറയുക, എനിക്ക് ക്ലാസ് എടുക്കാനേ എനിക്ക് പറ്റുന്നില്ലാത്തൊരവസ്ഥ. അവരുടെ സാഹചര്യം. ഈശ്വര, നിങ്ങളുടെയും എന്റെയും കൂടെ ഒക്കെ ദൈവം നമ്മൾ കഷ്ടപ്പെട്ട് പഠിക്കുന്ന കൂട്ടുകാർ നിങ്ങൾ ഉണ്ടെങ്കിൽ ദൈവം അനുഗ്രഹിക്കട്ടെ. അത് അനുഗ്രഹിക്കും കേട്ടോ. നിങ്ങൾ പകുതി വെച്ചിട്ട് ഇട്ട് വീടരുതോട്ടെ. എന്റെ സങ്കടവും ഞാൻ മൊത്തം വികാരപരിധിയായിട്ട് നിൽക്കുകയാണ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിൽ പോവാം. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ക്ലാസ് എടുക്കുമ്പോൾ തെറ്റ് പറ്റുമെന്ന് അറിയില്ല, കാരണം എന്റെ മൈൻഡ് മുഴുവൻ പവറിലാണ്. ഓക്കെ, അത് വിടും അല്ലേ, നമുക്ക് എത്തും. ഓക്കെ, എത്താതെ എവിടെ പോകാൻ അല്ലേ. ഓക്കെ, നമുക്ക് പഠിക്കാം. മാൻഡമസ് എന്താണ്? നാം കൽപ്പിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾ ആജ്ഞാപിക്കുന്നു എന്നതാണ് ഈ മാൻഡമസിന്റെ അർത്ഥം എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഈ പൊതുസ്ഥാപനങ്ങളൊക്കെ ഉണ്ടല്ലോ, പൊതുസ്ഥാപനങ്ങൾ ശ്രദ്ധിക്കണേ. പൊതുസ്ഥാപനം, അതുപോലെ ഈ കോർപ്പറേഷൻ, കീഴ്ക്കോടതി, ട്രിബ്യൂണല് എന്നിവയ്ക്കൊക്കെ എതിരെ എന്ത് ചെയ്യാം? സർക്കാരിനെതിരെ വേണമെങ്കിലും എന്ത് ചെയ്യാം? ഈ മാൻഡമസ് റിട്ട് പുറപ്പെടുവിക്കാം കേട്ടോ. ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, മാൻഡമസിനെ കുറിച്ച് താഴെ തന്നിട്ടുള്ള ശരിയായ പ്രസ്താവനകൾ. അങ്ങനെയൊക്കെ വരുമ്പോ ഇങ്ങനെയൊക്കെ പഠിക്കണം. സർക്കാരിനെതിരെയും എന്ത് ചെയ്യാം? ഈ മാൻഡമസ് റിട്ട് പുറപ്പെടുവിക്കാം കേട്ടോ. പിന്നെ ഈ ട്രിബ്യൂണലുകള്, കോർപ്പറേഷന്, കീഴ്ക്കോടതികള്, പിന്നെ പൊതുസ്ഥാപനങ്ങള്, ഇവർക്കൊക്കെ മാൻഡമസ് റിട്ട് പുറപ്പെടുവിക്കാം. പക്ഷേ ഈ മാൻഡമസ് പുറപ്പെടുവിക്കാൻ സാധിക്കാത്ത സാഹചര്യങ്ങളുണ്ട്. ഏതൊക്കെ സന്ദർഭങ്ങളിലാണെന്നറിയോ? സാധിക്കാത്ത സാഹചര്യങ്ങൾ, ഇവർക്കെതിരെ ഒന്നും മാൻഡമസ് റിട്ട് പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കില്ല. ഏതൊക്കെ സന്ദർഭങ്ങളിലാണ്? അതായത് ഈ സ്വകാര്യ വ്യക്തി, ഞാനൊരു സ്വകാര്യ വ്യക്തിയല്ലേ, അതുപോലെ സ്വകാര്യ സ്ഥാപനങ്ങൾ, സ്വകാര്യ സ്ഥാപനങ്ങൾക്കെതിരെ റിട്ട് ഈ മാൻഡമസ് റിട്ട് പുറപ്പെടുവിക്കാൻ സാധിക്കില്ല. അതുപോലെ നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ്, ഈ ഗവർണർ, ഇവർക്കെതിരെയും മാൻഡമസ് റിട്ട് പുറപ്പെടുവിക്കാൻ സാധിക്കില്ല കേട്ടോ. അതുപോലെ നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, അദ്ദേഹം റിട്ടയർഡ് ആയിട്ടില്ല. അദ്ദേഹത്തിനെതിരെയും എന്ത് ചെയ്യാൻ കഴിയില്ല? ഈ മാൻഡമസ് റിട്ട് പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കില്ല. അതേപോലെ സർക്കാരിനെതിരെ മാൻഡമസ് റിട്ട് പുറപ്പെടുവിക്കാൻ സാധിക്കില്ല. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മാൻഡമസിനെ കുറിച്ചിട്ട് പഠിക്കാം. ഇനി ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ, ഇന്ത്യൻ പ്രസിഡന്റിനെതിരെയും ഒരു സംസ്ഥാനത്തിന്റെ ഗവർണർക്കെതിരെയും എന്ത് ചെയ്യാൻ കഴിയില്ല? മാൻഡമസ് റിട്ട് കേട്ടോ. മാൻഡമസ് റിട്ട് പുറപ്പെടുവിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? 361 കേട്ടോ. 361 ആർട്ടിക്കിൾ പ്രകാരമാണ് ഇന്ത്യൻ പ്രസിഡന്റിനെതിരെയും സംസ്ഥാനങ്ങളിലെ ഗവർണർക്കെതിരെയും മാൻഡമസ് റിട്ട് പുറപ്പെടുവിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത്. അടുത്ത റിട്ട് നമുക്ക് നോക്കിയാലോ. മൂന്നാമത്തേത് ഏതാണ്? പ്രൊഹിബിഷൻ ആണ് അല്ലെ. എന്താണ് പ്രൊഹിബിഷൻ? ഓക്കെ, എന്താണ് ഈ പ്രൊഹിബിഷൻ? തടയുക അല്ലെ. പ്രൊഹിബിഷൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? തടയുക. അപ്പൊ ഞാൻ നേരത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് നമ്മുടെ കാര്യങ്ങള് വലിയ പൊങ്ങച്ചത്തോടു കൂടി പറയാൻ മാത്രം അറിഞ്ഞാൽ പോരാ, മതിയോ? ഇല്ല, നമ്മൾ കടന്നു വന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ ഇല്ലായ്മകളും നമ്മൾ പറയാൻ പഠിക്കണം. എന്നാലേ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. ചിലവർ കേൾക്കല്ലേ, വലിയ കാര്യങ്ങൾ മാത്രമേ, വീട്ടിലൊന്നും ഉണ്ടായില്ല, പക്ഷെ വലിയ പൊങ്ങച്ച. ഞാൻ അങ്ങനെയല്ല കേട്ടോ. ഞാൻ ഏത് സന്ദർഭങ്ങളിലും എന്ത് ചെയ്യും? ഇപ്പോ 4 ദിവസം മുമ്പ് ഞാൻ ഒന്നും കൂടി പറയാണ് കുട്ടികൾക്ക്, മോന്റെ പാരന്റ്സ് മീറ്റിംഗ് നടക്കണ്ടായിരുന്നു കേട്ടോ. അപ്പൊ മോൻ 6th-ലാണ്. അപ്പൊ ഈ മോൻ ക്ലാസ്സിൽ ഒരു കുട്ടി പറയാണ്, എന്നോട് പറയാണ്, ഞാൻ കാരണം കുറച്ച് നല്ല ആക്റ്റീവായിട്ട് നിൽക്കും, എവിടെയും ഇങ്ങനെ ചടഞ്ഞുകൂടി നിൽക്കുന്ന ഒരു സ്വഭാവം ഇല്ല. എവിടെ ചെന്നാലും അലമ്പുണ്ടാക്കല്ല കേട്ടോ, നല്ല ആക്റ്റീവാണ്. എപ്പോഴും സ്മാർട്ടായിട്ട് എവിടെ കയറിയും സംസാരിക്കും. പിന്നെ ഞാൻ എവിടെ പോവുകയാണെങ്കിലും ഒരാളെ എൻ്റെ കൂടെ കൂട്ടുക, അവര് വരണം ഇവര് വരണം. ഇന്നിപ്പോ കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിൽ ഇത്ര വർഷങ്ങളായി കേട്ടോ. ഇന്ന് വരെ ഞാൻ ഒരു കാര്യത്തിന് ഹസ്ബൻഡ് കൂടെ വരണം, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയാലേ എനിക്ക് ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ ഇല്ല, ഞാൻ ഒറ്റയ്ക്ക് രാവിലെ എനിക്ക് എന്ത് കാര്യം, ഏത് ഓഫീസ് ആയിക്കോട്ടെ, കലക്ടറുടെ ഓഫീസ് ആയിക്കോട്ടെ, ഏത് ഓഫീസ്, ഏത് പോലീസ് സ്റ്റേഷൻ ആയിക്കോട്ടെ, ആരുടെ അടുത്താണെങ്കിലും ഒറ്റയ്ക്ക് പുറപ്പെടും, വണ്ടി എടുക്കും, അവരെ റെസ്പെക്ട് ചെയ്ത് അവർക്ക് ആദ്യം ഞാൻ റെസ്പെക്ട് കൊടുക്കും. ഒരിക്കലും മോശമായിട്ട് അവരോട് കയർത്ത് സംസാരിക്കുന്നില്ല. അവരെ റെസ്പെക്ട് കൊടുക്കുമ്പോൾ അവർ നമുക്ക് ഇരട്ടി റെസ്പെക്ട് തന്നിട്ട് നമ്മുടെ കാര്യങ്ങൾ സാധിച്ചു തരാറുണ്ട്. അപ്പോൾ ഞാൻ ഈ പാരന്റ്സ് മീറ്റിങ്ങിന് പോയപ്പോൾ ഒരു കുട്ടി എന്നോട് പറയുന്നത്, ആന്റി എന്നെ സജിത ടീച്ചർ പറയും കേട്ടോ, സജിത ടീച്ചർ എന്നെ ആവശ്യമില്ലാതെ തല്ലി, എന്റെ ചിറിയിലേറ്റ് തല്ലി, ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, മോനെ
നീ എന്താണ് ചെയ്ത്, എന്താ നീ എന്നോട് പറയുന്നത് ചോദിച്ചപ്പോ ആന്റിയാണ് തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ, ടീച്ചർമാരോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് 6ാം ക്ലാസ്സിലെ പയ്യൻ എന്നോട് പറയാണ്. അപ്പൊ മോൻ എന്താ ചെയ്തത് ചോദിച്ചു. മോൻ ഇങ്ങോട്ട് വാ പറഞ്ഞു. മോൻ എന്താ ചെയ്തു ചോദിച്ചോ. ഞാന് അവിടെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഈ ബുക്കിന് ഇങ്ങനെ മടക്കി 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 ഇരുന്നു. അപ്പൊ ടീച്ചർ പറഞ്ഞു ബുക്ക് മടക്കി മടക്കി ഇരിക്കരുത് എന്ന് പറഞ്ഞ് എന്നെ ചെറിയിട്ടൊന്ന് തന്നു പറഞ്ഞു. അപ്പൊ മാം പറഞ്ഞു മോൻ അങ്ങനെ ചെയ്തുകൊണ്ടല്ലേ, മോന്റെ ബുക്ക് അങ്ങനെ ആക്കരുത്, വൃത്തിയായിട്ട് വെക്കാൻ വേണ്ടിയിട്ടല്ലേ ടീച്ചർ വെറുതെ ചെറിയിട്ട് തല്ലിയത്. അതിന് ബുക്ക് മടക്കിയാ ചെറിയിട്ട് തല്ലാൻ പറ്റും, ഞാൻ ചെറിയിട്ട് അങ്ങോട്ട് തല്ലുന്നു എന്നോട് പറയുക, ഞാൻ ടീച്ചറിനെ ചെറിയിട്ട് തല്ലുന്നു. ഈശ്വര, ഞാൻ അവിടെ അങ്ങോട്ട് സ്തംഭിച്ചു. അപ്പൊ ഞാൻ ആ കുട്ടിനെ എല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്ത് നമ്മൾ ആ കുട്ടിനോട് പറയുമ്പോ തെറ്റില്ലേ, അപ്പൊ ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് അവന്റെ പുറത്ത് കൈയിട്ടും കൊണ്ട് ഞാൻ ക്ലാസ്സിന് പുറത്തേക്ക് പോയി. ക്ലാസ്സിന് പുറത്തേക്കിട്ട് മോനെ, ഞങ്ങളുടെ ചെറുപ്പത്തില് ഞങ്ങളുടെ ടീച്ചർമാരും ഞങ്ങൾ എന്താണ് പഠിച്ചത്, എങ്ങനെ പഠിച്ചു, അവരെങ്ങനെയാണ് ഇങ്ങോട്ട് തന്നത് എല്ലാം ഞാൻ പറഞ്ഞു. അപ്പൊ അവൻ പറയാണ്, അപ്പൊ അന്ന് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ, അങ്ങനെയൊക്കെ തല്ലുമായിരുന്നോ. അപ്പൊ ഞാനൊക്കെ ചെറുപ്പത്തിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ സാർമാരുണ്ടല്ലോ, ഞാൻ അന്ന് നന്നായി പഠിക്കുമായിരുന്നു കേട്ടോ. വീമ്പ് പറയല്ലേ, ക്ലാസ്സിൽ വന്നിട്ട് വീമ്പ് പറയല്ല കേട്ടോ, നന്നായിട്ട് പഠിക്കുമായിരുന്നു. എനിക്ക് ഭയങ്കര പഠിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. വിദ്യാഭ്യാസത്തിനാണ് ഞാൻ ഫസ്റ്റ് മുന്നിൽ, എന്നിട്ടുള്ള എന്റെ മക്കളും എന്റെ ഭർത്താക്കന്മാർ 2ാം സ്ഥാനത്താണ്. ഇന്ന് ഞാൻ വിദ്യാഭ്യാസത്തിന് ഫസ്റ്റ് സ്ഥാനം കൊടുക്കുന്ന ഒരാളാണ്. അപ്പോ ഞാൻ പറഞ്ഞു, ഈ ഉച്ച നേരത്തെ എന്ത് ചെയ്യുന്ന അറിയാം, ഞങ്ങളുടെ സാർമാര് ഈ ബാഗിനെ തലി വെക്കും, തലി വെച്ചിട്ട് ആ സ്കൂളിൽ 100 പ്രാവശ്യം വലം വെക്കാൻ പറയും. അതായത് ഉച്ച സമയത്ത് അതൊക്കെ ചെയ്യായിരുന്നു. അതുപോലെ നല്ല ചൂരിൽ വടികൊണ്ട് തലി. ഇന്ന് അതൊന്നും ഇല്ലല്ലോ. അവരെ നീ ആദ്യം ടീച്ചർ അവിടെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുകയും എന്നിട്ട് നിന്നെ തല്ലുകയാണെങ്കിൽ നീ എന്നോട് പറ. അപ്പൊ ഞാൻ പറയാം. അപ്പൊ അതാണ് കുട്ടികളുടെ അവസ്ഥ എന്ന് പറയുന്നത്. കേൾക്കണ്ടോ? അപ്പൊ ഞാൻ ഏതൊക്കെയോ സാഹചര്യത്തിലൂടെ പോയില്ലേ. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി ദയവ് ചെയ്ത് താഴെ കമന്റ് ചെയ്യരുത് കേട്ടോ. എന്തിനാണ് ഇങ്ങനെ വായിട്ട് സംസാരിക്കുന്നത്, നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ അതൊന്ന് സ്ക്രോൾ ചെയ്തിട്ട് ഒന്നും കൂടി കൂട്ടിക്കൊണ്ടു പോണേ. പ്രൊഹിബിഷൻ എന്ന് പറയുന്നതാണ് തടയുക അല്ലെ. അതായത് ഈ ഉത്തരവ് സാധാരണഗതിയിൽ പുറപ്പെടുവിക്കുന്നത് സുപ്രീം കോടതി ഹൈക്കോടതിക്ക് മാത്രമാണ് ഈ പ്രൊഹിബിഷൻ ചെയ്യുക കേട്ടോ. പ്രൊഹിബിഷൻ തടയുക ഇതാരാണ് ചെയ്യുക? ഇത് പുറപ്പെടുവിക്കുന്നത് ആരാണ്? സുപ്രീം കോടതിയും ഹൈക്കോടതിയുമാണ് കേട്ടോ. അതായത് ജുഡീഷ്യൽ ഈ പ്രൊഹിബിഷൻ പുറപ്പെടുവിക്കുന്നത് ആർക്കെതിരെയെന്ന് അറിയോ? ജുഡീഷ്യലും അതുപോലെ ക്വാസി ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്കെതിരെ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഈ പ്രൊഹിബിഷൻ എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഈ ഭരണ സംവിധാനങ്ങൾക്കെതിരെയും അതുപോലെ സ്വകാര്യ വ്യക്തികൾ, സ്ഥാപനങ്ങൾ, ലെജിസ്ലേറ്റീവ് ബോഡിക്കെതിരെയൊന്നും ഈ പ്രൊഹിബിഷൻ തടയാൻ പാടില്ല. അതായത് ഈ കീഴ്ക്കോടതിയോട് എന്ത് പറയാണ്? മേൽക്കോടതി തന്റെ അധികാര പരിധിക്ക് അപ്പുറത്തുമുള്ള കേസ് പരിഗണിക്കണ്ട എന്ന് പറയുന്നത്. കീഴ്ക്കോടതി എന്ത് ചെയ്യാൻ പാടില്ല? അധികാര പരിധിക്ക്, ഈ കീഴ്ക്കോടതിയുടെ അധികാര പരിധിക്ക് പുറത്ത് എന്ത് ചെയ്യാൻ പാടില്ല? അധികാര പരിധിക്ക് പുറത്ത് അപ്പുറത്തുള്ള കേസൊന്നും എന്ത് ചെയ്യാൻ പാടില്ല? പരിഗണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയും ഹൈക്കോടതിയും പുറപ്പെടുവിക്കുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ. ആർക്കെതിരെ? കീഴ്ക്കോടതിക്ക് എതിരെ. ഓക്കെ ആണോ? ഇനി അടുത്ത റിട്ട് നമുക്ക് നോക്കിയാലോ. അടുത്തത് ഏതാണ്? സെർഷ്യോററി. 4ാമത്തെ സെർഷ്യോററി. എന്താണ് ഈ സെർഷ്യോററി എന്ന് പറയുന്നത്? സാക്ഷ്യപ്പെടുത്തുക അല്ലെ. സെർഷ്യോററിയുടെ അർത്ഥം എന്താണ്? സാക്ഷ്യപ്പെടുത്തുക. പിന്നെ സാക്ഷ്യപ്പെടുത്തുക അല്ലെങ്കിൽ പൂർണ്ണ വിവരം നൽകുക. സാക്ഷ്യപ്പെടുത്തുക അല്ലെങ്കിൽ പൂർണ്ണ വിവരം നൽകുക. ഓക്കെ, ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടാണ് സെർഷ്യോററി. അത് നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിച്ചാൽ മതി. സെർഷ്യോററി കേട്ടോ. സെർഷ്യോററി ഞാനിങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിട്ടാണ്. കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടാണ് ഏത്? സെർഷ്യോററി എന്ന് പറയുന്നത് കേട്ടോ. ഇനി കോ വാറന്റോ. 5ാമത്തെ എന്താണ്? കോ
വാറന്റോ, കോ വാറന്റോ. അഞ്ചാമത്തെ റിട്ടാണ് കോ വാറന്റോ. എന്ത് അധികാരം, എന്താണ് ഇതിന്റെ അർത്ഥം? എന്ത് അധികാരം, ഇതാണ് ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. പിന്നെ ഈ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടന്ന റിട്ടാണ് കേട്ടോ കോ വാറന്റോ. അത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രമായിട്ട് നടന്ന സുപ്രീം കോടതി പുറപ്പെടുവിച്ച റിട്ടാണ് കോ വാറന്റോ എന്ന് പറയുന്നത്. അതായത് ഇപ്പോ ഏതെങ്കിലും ഒരു ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന വ്യക്തി ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യതയില്ലാത്ത ആളെന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് കോ വാറന്റ്. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ചില PSC എക്സാമിന് ഡിഗ്രി പാടില്ല, LGSനൊക്കെ എന്താണ് 7ാം ക്ലാസ് 10ാം ക്ലാസ് നിലവാരം ഡിഗ്രി പാടില്ല എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ ഞാൻ ഡിഗ്രി ഉള്ള വ്യക്തിയാണ്. അപ്പൊ ഞാൻ LGS എഴുതി കയറി, എനിക്ക് ഇനിയെതിരെ എന്താണ് പിന്നീട് പിന്നീട് അറിയാണ് ഈ വ്യക്തി ഡിഗ്രി ഉള്ളതാണ്. അപ്പൊ എന്റെ ജോലി എന്താണ്? തെറിപ്പിക്കും ഇല്ലേ? അപ്പൊ അതിന് എന്ത് ചെയ്യും? കോടതി ഒരു പുറപ്പെടുവിക്കുന്ന ഏത് ഉത്തരവാണ് പുറപ്പെടുവിക്കുക? കോ വാറന്റോ. കാരണം എനിക്ക് അർഹനല്ലാത്ത ജോലിയാണ് ഞാൻ അവിടെ ചെയ്യുന്നത് അല്ലേ? അപ്പൊ എനിക്കെതിരെ ഏത് പുറപ്പെടുവിക്കും? കോ വാറന്റ്. ഇങ്ങനെയൊക്കെ കണക്ട് ചെയ്യണം കേട്ടോ, എങ്കിലും നമുക്കത് പഠിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് റിട്ടുകളെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മളിപ്പോ ഇവിടെ എത്ര ടോപ്പിക് നമ്മൾ ഇന്ന് കംപ്ലീറ്റ് ആയില്ലേ?